ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് വളരെയധികം പൊതുവായിട്ട് കാണുന്നത്, അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. എന്താണ് ഇയർ വാക്സ് അഥവാ ചെവിക്കായ? എങ്ങനെ ഇതുണ്ടാകുന്നു? ഇതൊരു രോഗലക്ഷണമാണോ? ഇയർ വാക്സ് മാറുവാനായി ബഡ്സ് ഇടുന്നത് ആവശ്യമുണ്ടോ? ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ചെവിയുടെ ചില ബേസിക് ഘടനയെപ്പറ്റി ഞാനിന്ന് പറയാം. നമ്മളുടെ ചെവിയിലെ ഈ ഉൾഭാഗം, അതായത് ഇയർ ഡ്രമ്മിലോട്ട് പോകുന്ന ഈ പാസേജിനെയാണ് ഇയർ കനാൽ എന്ന് പറയുന്നത്. ഈ ഇയർ കനാലിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിനെ കാർട്ടിലേജിനസ് പാർട്ട് എന്ന് പറയുന്നു, രണ്ടാമത്തേതിനെ ബോണി പാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാർട്ടിലേജിനസ് പാർട്ടായിട്ടുള്ള ഇയർ കനാലിൽ ധാരാളം ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹെയർ ഫോളിക്കിൾസ്, അതുപോലെ തന്നെ ഈ പാർട്ടിലുള്ള ഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്ലാൻസ്, സെറുമിനസ് ഗ്ലാൻസ് തുടങ്ങിയ ഗ്രന്ഥികളുണ്ട്. ഇവയിൽ നിന്നുള്ള സെക്രീഷൻസ്, അതുകൂടാതെ തന്നെ ഈ പാർട്ടിലുള്ള സ്കിൻ, ഡെഡ് സ്കിൻസ്, ഇവയെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മിശ്രിതം, ഒരു മിക്സ്ചറാണ് വാക്സ് ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. ഒരു നോർമൽ വ്യക്തിയിൽ ഇവയെല്ലാം കൂടെ മിക്സ്ചറായിട്ട് ഇത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് പതിവ്. അത് പുറന്തള്ളപ്പെടുന്നു. ഇതിൽ നിന്നും ഇതൊരു നോർമൽ പ്രക്രിയയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി എപ്പോഴാണ് ഇത് കുഴപ്പമുണ്ടാകുന്നത് നോക്കാം. എന്തൊക്കെയാണ് വാക്സ് മൂലമുണ്ടാകുന്ന പ്രശ്നം? അതായത് ചില ആളുകളിൽ നമ്മുടെ ഇയർ പാസേജ് അഥവാ ഇയർ കനാൽ വളരെ നാരോ ആയിരിക്കും, ഇടുങ്ങിയതായിരിക്കും. ഇങ്ങനെയുള്ളവരിൽ ഇത് പെട്ടെന്ന് അക്യൂമുലേറ്റ് ചെയ്യും. കൂടാതെ തന്നെ ചില ആളുകളിൽ ഈ സെക്രീഷൻസ് അഥവാ ഈ സ്കിൻ സെൽസ്, ഹെയർ ഫോളിക്കിൾസ്, അതുപോലെ തന്നെ ഈ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം കൂടുതലായിരിക്കും ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇങ്ങനെയുള്ളവരിലും നിരന്തരമായിട്ട് വാക്സ് രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ കൂടുതലായിട്ട് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരിൽ ഇവ ചെവിയുടെ ഈ പാസയിൽ വന്ന് അടയുന്നു. അത് കാരണം ചെവിയിൽ ചൊറിച്ചിലുണ്ടാകുന്നു, ചെവിയിൽ കേൾവിക്കുറവ് ഉണ്ടാകുന്നു. കൂടാതെ ചിലരിൽ വാക്സിൻ്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ കാരണം അവിടെ ഒരു പ്രഷർ എഫക്റ്റ് ഉണ്ടാകും. അത് കാരണം തന്നെ അവിടെ ചെവി വേദന, ചെവിയിൽ നീര്, ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ഉണ്ടാകും. ഈ കണ്ടീഷനെ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നും വിളിക്കാം. ഇത് പിന്നീട് അണുബാധ അഥവാ ഇൻഫെക്ഷനിലേക്ക് മാറിയേക്കാം. ഇനി വാക്സ് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ബഡ്സ് ഇടുന്നത് ശരിയാണോ? അതിനെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ചെവിയിലേക്ക് ഒരു കാര്യവും ബ്ലൈൻഡായിട്ട് ഇടരുത്. വാക്സ് നീക്കാൻ നിങ്ങൾ ബഡ്സ് ഇടുകയാണെങ്കിൽ അത് വെളിയിലേക്ക് വരുന്നതിനേക്കാളും കൂടുതലായി അത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്താണ് ഇതിൻ്റെ പ്രതിവിധി? എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ഒന്നും ചെവിയുടെ അകത്ത് ഇടാതിരിക്കുക. കാരണം ബ്ലൈൻഡായിട്ട് ഇടുന്നതിൽ കൂടെ വാക്സ് ഉള്ള ആളുകളാണെങ്കിൽ അവിടെ മറ്റ് മുറിവുകളുണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുകൂടാതെ തന്നെ ഇത് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഇയർ ഡ്രമ്മിലും മറ്റും തട്ടി അവിടെ ഹോൾ വരെ ഉണ്ടാകാം. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ENT ഡോക്ടറിനെ തന്നെ കാണിക്കുക. ചെവി പരിശോധിച്ച് വാക്സ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വാക്സിനുള്ള തുള്ളിമരുന്ന് ഒഴിക്കുക. ഇനി ഇളവ് വരുന്നില്ല എങ്കിൽ അത് ക്ലീൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ടോക്കിൽ നിന്നും വാക്സ് എന്താണെന്നും അത് രോഗാവസ്ഥയല്ല, മറ്റൊരു നോർമൽ ബോഡി മെക്കാനിസമാണെന്നും സ്വയമായി ട്രീറ്റ് ചെയ്യാതെ അത് കാണിച്ച് വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു ടോപ്പിക്ക് വരുന്നവരെ തീർച്ചയായും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.